പാഠം 943. ഒരു ബുദ്ധിമാന്റെ കഥ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. എന്താ രാജപ്പ? പോക്കുവരവ് നടക്കണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. വില്ലേജ് ഓഫീസ് ഒരു സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. കമ്പോള വിലയിൽ താഴ്ത്തി ആധാരം രജിസ്റ്റർ ചെയ്തുകൊണ്ട് വന്നിട്ട് അത് പോക്കുവരവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഓഹോ, സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കാമെന്നോ? രാജപ്പൻ എന്നെ പറ്റി എന്താ കരുതിയത്? കൈക്കൂലി കൊടുക്കുന്നത് മാത്രമല്ല, കൊടുക്കാമെന്ന് പറയുന്നത് വരെ കേസാണ്. രാജപ്പന്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. വിക്രം സാറിന് നമ്പർ. ഒരാൾ എനിക്ക് കൈക്കൂലി തരാമെന്ന് പറഞ്ഞു. ഇനി അയാളെ വെറുതെ വിട്ട് കാര്യമില്ല. വേറെ ഒരു പണിയില്ലേ? കൈക്കൂലി വാങ്ങണ്ട, അയാളുടെ കാര്യം നടത്തി കൊടുക്കാൻ വേണ്ട. അപ്പൊ തീർന്നില്ലേ പ്രശ്നം? എന്താണ്? സത്യസന്ധരും മാന്യരുമായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പ്രലോഭിപ്പിക്കാൻ നോക്കുന്ന രാജപ്പനൊന്നും വെറുതെ വിടാൻ പറ്റില്ല. സാറേ, ഉത്തം വിളിക്കുന്നുണ്ട്. തൽക്കാലം അതെന്തിനാന്ന് പോയി ചോദിക്ക. രാജപ്പനെ നമുക്ക് പിന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം. നീ അങ്ങനെ പറയൂ. കാരണം നിനക്കൊക്കെ അഴിമതിക്കാരോടാണല്ലോ അടുപ്പം. നമസ്കാരമുണ്ട് സാറേ. സാറേ, ഇന്നലെ വൈകിട്ട് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ വെച്ച് നമ്മുടെ LP സ്കൂളിലെ പൗലോ സാറിനെ കണ്ടു. സ്കൂളിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്ന ഒരു 15 സെന്റ് ഭൂമി ഉണ്ടല്ലോ, ശങ്കരൻകുട്ടി ചേട്ടന്റെ, അതിന് പൗലോ സാർ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. എഴുതുന്നതിന് മുമ്പ് സ്ഥലം ഒന്ന് അളക്കണം, അതിന് പറ്റിയ ആരാണുള്ളത് ഉത്തമ എന്ന് പൗലോ സാർ എന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അക്കാര്യത്തിൽ കെ മോഹനേഷ് സാറിനേക്കാൾ കൊള്ളാന്നുള്ള ഒരാളില്ല എന്ന് ഞാൻ പറഞ്ഞു. സാറിന് എപ്പോഴാണ് സമയം കിട്ടുന്നത്? ഈ ആഴ്ച നല്ല തിരക്കാം. ശനിയാഴ്ച ആയിട്ടാണ് നോക്കാം. കൊണ്ടാവാതിരിക്കോ ഉത്തമ? മോഹനയുടെ എന്തൊക്കെ ജോലിയാ ഉള്ളത്? വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ മുഴുവനും നോക്കണം, പിന്നെ നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കണം. ഇതൊന്നും പോരാഞ്ഞ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്നവരെ ചീത്ത വിളിക്കാൻ വേണ്ടേ? ഇവിടെയൊക്കെ പറയും. കാരണം അഴിമതി നടന്നാലല്ലേ ഇവർക്കൊക്കെ കേസ് കിട്ടൂ. പക്ഷേ അഴിമതി തുടച്ചു നീക്കാൻ പ്രതിജ്ഞാബദ്ധനായി നിൽക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് സാർ. അതൊരു മനസ്സിലല്ല, പ്രവൃത്തിയും അങ്ങനെയാണ് എന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഒരു അഴിമതി നടക്കാത്ത ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ വില്ലേജ് ഓഫീസ് എന്ന് ആരോട് ചോദിച്ചാലും പറയും. അതൊക്കെ ശരിയാണ് സാറേ. അല്ല, വില്ലേജ് ഓഫീസിനെ പറ്റി വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ത് കാര്യം? അല്ല, കെ മോഹനേഷ് സാറ് മാന്യനാണ്, സത്യസന്ധനാണ്. പക്ഷേ ആഫീസിലുള്ള മറ്റുള്ളവരങ്ങനെ അല്ല. ശിശുപാല സാറും കാഞ്ചന സാറും സ്വയംപ്രഭ സാറും ഒക്കെ സാർ അറിയാതെ കാശ് വാങ്ങുന്നുണ്ടെന്നാണ് പലരും ഒക്കെ പറയുന്നത്. അങ്ങനെ സംഭവം ഉണ്ടോ? ഈശ്വര, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ ഓഫീസ് ഒരാൾ കൈക്കൂലി വാങ്ങില്ല. അല്ല സാറിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. പലരും അങ്ങനെ വെളിയിൽ പറയുന്നുണ്ട്. ചിലപ്പോ സത്യാവാനും അത് മതി. സാർ അറിയാതെ ചില്ലറ വാങ്ങി എന്ത് ചെയ്യാൻ പറ്റും? അല്ല സാറേ, പലരും റോഡിലൊക്കെ പറയുന്നുണ്ട്. എനിക്കും ചില സംശയങ്ങളുണ്ട്. സാറില്ലാത്ത നേരത്ത് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാമല്ലോ. ഇപ്പൊ സാർ ഒപ്പിട്ടു എന്ന് ഉറപ്പുള്ള ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലായിരിക്കും അവര് പൈസ വാങ്ങുന്നത്. ധൈര്യമായിട്ട് കാശ് വാങ്ങാമല്ലോ. സാറിന് കൊടുക്കാനാണെന്ന് വരുന്നവരോട് പറയുകയും ചെയ്യാം. കാശ് കൊടുക്കുന്നവര് യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്ന് എങ്ങനെ അറിയും? അങ്ങനെ പറയണല്ലോ. അവരെ പിടിക്കാൻ എന്താ ഒരു വഴി? അതിപ്പോ ഞാൻ ചോദിച്ചാ അവര് കാശ് വാങ്ങുന്നില്ലല്ലോ പറയൂ. അത് ശരിയാണ്. പിന്നെ സാറിതിപ്പോ സീരിയസ് ആയിട്ടാണ് പറഞ്ഞെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? സാറേ, വിജിലൻസുകാരൊക്കെ ചെയ്യുന്നില്ലേ പരിപാടി?
ആരെ കൊണ്ടെങ്കിലും കൈക്കൂലി കൊടുപ്പിച്ചിട്ട് കുടിക്ക് സാറ് പിടിക്കണം. സാറിന് വിശ്വാസമുള്ള ഒരാളിനെ സംഘടിപ്പിച്ചാൽ മതി, സംഗതി നടക്കും. സാറേ, ഒരാൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് കരുതുക. ശരി, എന്തായാലും ഞാൻ കേസൊന്ന് പഠിക്കട്ടെ. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അല്ല, അങ്ങനെ ഉറപ്പൊന്നും ഞാൻ പറയുന്നില്ല, ഞാനൊന്ന് നോക്കട്ടെ. ശരി മോനേട്ടാ, പുത്തോൻ പറഞ്ഞത് കേട്ടല്ലോ. അത് സത്യമാണെങ്കിൽ മോഹനേട്ടൻ ഈ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. മോഹനേട്ടൻ പൈസ വാങ്ങില്ലായിരിക്കും, പക്ഷെ മോഹനേട്ടൻ ആഫീസിലുള്ള ഒരാൾ വാങ്ങിയ പോരെ, നാണക്കേടാവൂലേ ആകെ? എന്റെ ആഫീസിലുള്ള ആരെങ്കിലും അങ്ങനെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കഷ്ടകാലത്തിനാ. ഓ പിന്നെ മോഹനേട്ടനെ കാണിച്ചിടയ്ക്ക് അവർ കാശ് വാങ്ങി നിൽക്കുന്നേ. ഹമേ, ഞാൻ നിന്നെ പോലെ അല്ല. ഒരു പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാവുന്ന ബുദ്ധിമാനായ ഒരു ഉദ്യോഗസ്ഥനാണ്. ശിശുപാലനോ സ്വയംപ്രഭയോ കാഞ്ചനയോ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള അസാമാന്യമായ ബുദ്ധി കെ മോഹനൻ സാറിനുണ്ട്. എങ്ങനെ? നീ കണ്ടോ? ബുദ്ധി ഉപയോഗിക്കാനുള്ളതാണ്. ഞാനത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. എങ്ങനെ? അത് കണ്ടറിഞ്ഞാ മതി. പറഞ്ഞാൽ നീ അത് ഒരുപക്ഷെ അവർക്ക് ചോർത്തി കൊടുക്കും. ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ വിശ്വാസമല്ല. എന്റെ ശത്രു മുണ്ടോ അവിടെ? അവിടെ ഇരിക്കുന്നു. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് സാറ് കൃത്യം ഇതുവഴി പോകുന്ന അറിയാന്നുള്ളത് കൊണ്ട് നിന്നതാ. എന്തായാലും എന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനാ. അപേക്ഷ ഞാൻ തന്നതേ ഉള്ളൂ, പക്ഷെ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു. ഈ കാര്യം പറഞ്ഞ് ഞാൻ ഓഫീസിൽ വന്നാൽ സാറ് ചൂടാവുമെന്ന് ചായക്കടയിലെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 7 ദിവസം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി എന്നല്ലേ? 7 ദിവസം കഴിഞ്ഞ് കൊടുത്താൽ മതി എന്നാണ് ചട്ടം. പക്ഷേ ആളുകളെ സഹായിക്കാനാണല്ലോ വില്ലേജ് ഓഫീസ് തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ലോനപ്പന്റെ സർട്ടിഫിക്കറ്റ് ഇന്നലെ തന്നെ എഴുതി വെച്ചു. ഇന്ന് വന്ന് വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ. ഓ, വലിയ ഉപകാരം സർ. ലോനപ്പാ, ഇവിടെ വരൂ. എന്താ സർ? ലോനപ്പൻ എനിക്കൊരു ഉപകാരം ചെയ്യൂ. എന്താ സർ? ഞാൻ 1 രൂപ പോലും കൈക്കൂലി വാങ്ങാത്ത ആളാണ് എന്ന് ലോനപ്പൻ അറിയാമല്ലോ. എനിക്ക് മാത്രമല്ല സാർ, ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അല്ല, ഞാൻ മാത്രം കൈക്കൂലി വാങ്ങാതിരുന്നോണ്ട് കാര്യമില്ലല്ലോ. എന്റെ ആഫീസിലെ ആരെങ്കിലും കൈക്കൂലി വാങ്ങിയാൽ അതിന്റെ നാണക്കേട് എനിക്കല്ലേ? സാറിന്റെ ഓഫീസിൽ ആരാ കൈക്കൂലി വാങ്ങുന്നത്? ആരും വാങ്ങുന്നില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പക്ഷേ നമ്മുടെ വിശ്വാസങ്ങൾ എല്ലാം എപ്പോഴും ശരിയാകണമെന്നില്ലല്ലോ. അതുകൊണ്ട് എന്റെ ആഫീസിലുള്ളവരുടെ സ്വഭാവം എനിക്കൊന്ന് പരിശോധിക്കണം. എങ്ങനെ സാർ? ഇത് 1000 രൂപയുണ്ട്. ലോനപ്പൻ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വരുമ്പോൾ ഇത് സ്വയംപ്രഭയുടെയോ കാഞ്ചനയുടെയോ ശിശുപാലിന്റെയോ കയ്യിൽ കൊടുക്കണം. ഞാനോ? ഞാൻ അകത്ത മുറിയിലായിരിക്കും. ലോനപ്പൻ വന്ന കാര്യം പോലും അറിയാതെ ജോലി ചെയ്തുകൊണ്ടേങ്ങിരിക്കും. ലോനപ്പൻ വരുന്നു, അവർ സർട്ടിഫിക്കറ്റ് തരുന്നു. മോഹനകൃഷ്ണൻ സാർ അറിയണ്ട, ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ഈ 1000 രൂപ ലോനപ്പൻ അവരുടെ കയ്യിൽ കൊടുക്കണം. അവർ വാങ്ങിയില്ല എങ്കിൽ പ്രശ്നമില്ല. വാങ്ങുകയാണെങ്കിൽ ഞാൻ ചാടി വീഴുന്നു, കൈക്കൂലി കൈയോടെ പിടിക്കുന്നു, അവരെ വിരട്ടുന്നു. പിന്നെ ഈ ജന്മത്ത് അവർ കൈക്കൂലി വാങ്ങില്ല. സംഗതി ശരിയാണ്, പക്ഷെ എനിക്കൊരു പേടി. ഒന്നും പേടിക്കാനില്ല. നമ്മുടെ നാടിന് വേണ്ടി ലോനപ്പൻ ചെയ്യുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണത്. ലോനപ്പനെ പോലെ ഉത്തരവാദിത്ത ബോധമുള്ള പൗരന്മാർ വിചാരിച്ചാലേ നമ്മുടെ നാട് നന്നാവൂ. സാർ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ ചെയ്യാം. ശരി, ഞാൻ 9:55 ആഫീസിലെത്തും. 10:10 ലോനപ്പന് വന്നാലും. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ദാ പിടിക്കൂ. 1000 രൂപയുണ്ട്, സൂക്ഷിക്കണം. പ്രഭ അറിഞ്ഞോ? PWDയിലെ ക്ലർക്ക് പ്രേമലത പുതിയ കാറ് വാങ്ങിയ വിവരം? 8 ലക്ഷം രൂപയാണെന്നാ പറഞ്ഞത്. ഞാൻ അറിഞ്ഞു. കാറ് വാങ്ങിയതിന്റെ പിറ്റേ ദിവസം പൂജിക്കാനായിട്ട് അമ്പലത്തിൽ കൊണ്ടുവന്നപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു.
ഹോ, പ്രേമലതയുടെ ജാടയൊന്ന് കാണേണ്ടതായിരുന്നു. ജാട കാണിക്കാമല്ലോ. അവള് സർവീസിൽ കയറിയിട്ട് കൊല്ലം 4 ആയിട്ടുള്ളൂ. ഇതിപ്പോ 2ാമത്തെ കാറാ വാങ്ങുന്നത്. ഞാൻ റവന്യൂ വകുപ്പിൽ വന്നിട്ട് കൊല്ലം 6 പോവാ. പ്രഹ്ലാദൻ ചേട്ടൻ ലോൺ എടുത്ത് വാങ്ങിച്ച ഒരു ബൈക്ക് അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഭാഗ്യം വേണം കാഞ്ചന സാറേ. പറഞ്ഞു വരുമ്പോ PWD ക്ലർക്ക് ഉണ്ടാക്കുന്ന കാശ് വില്ലേജ് ഓഫീസിലെ ക്ലർക്കുമാർക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ആ യോഗം ഇല്ലല്ലോ. 10 പൈസ കൈക്കൂലി വാങ്ങിക്കാൻ സമ്മതിക്കാത്ത ഭീകരനായി പോയില്ലേ നമ്മുടെ ഓഫീസർ. എന്താ പ്രൊഫസറ ഭീകരന്മാരെ പറ്റിയൊക്കെ ശിശുപാൽ ചേട്ടൻ അറിഞ്ഞോ? PWDയിലെ പ്രേമലത 2ാമത്തെ കാറും വാങ്ങിച്ചു. 8 ലക്ഷം രൂപയായിരുന്നു. ഹാ, പ്രേമലതയ്ക്കും കാറ് വാങ്ങാലോ. കൈക്കൂലി വാങ്ങിക്കുന്നത് എത്രയെന്നാ? എന്റെ പ്രൊഫസറെ, പ്രേമലത സാറിന് കൈക്കൂലി വാങ്ങേണ്ട കാര്യമൊന്നുമില്ല കാറ് വാങ്ങാൻ. കുടുംബത്തിൽ അവർക്ക് ഇഷ്ടം പോലെ കാശുണ്ടെന്നേ. അവരുടെ കെട്ടിയവനാണെങ്കിൽ ഇല്ലാത്ത ബിസിനസ് ഒന്നുമില്ല. പിന്നെ 8 ലക്ഷം രൂപ കൊടുത്തൊരു കാറ് വാങ്ങാനാണോ പാട്? ശിശുപാലൻ ചേട്ടൻ അങ്ങനെയൊന്നും പറയണ്ട. പ്രേമലത കാശ് വാങ്ങുന്നില്ലെന്നാണോ ശിശുപാലൻ ചേട്ടൻ പറയുന്നത്? അവള് ഭയങ്കര കൈക്കൂലിക്കാരിയാണെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അതിപ്പോ PWD എന്ന് പറയുന്നത് ഒരു സർക്കാർ ഓഫീസ് ആണല്ലോ. അല്പസ്വല്പ കൈക്കൂലിയൊക്കെ വാങ്ങുമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ കൈക്കൂലി വാങ്ങാത്ത 4 സർക്കാർ ഉദ്യോഗസ്ഥരേ ഉള്ളൂ. അത് ആരൊക്കെയാണെന്നറിയോ? മോഹനേഷ സാർ, കാഞ്ചന സാർ, പ്രഭ സാർ, പിന്നെ ഞാനും. അതും നാട്ടുകാർ പറയുന്നുണ്ട്. ഞാൻ കൈക്കൂലി വാങ്ങാത്തതേ മോഹനേഷ് സാറിനെ പോലെ ആദർശം തലയ്ക്ക് പിടിച്ചിട്ടൊന്നുമല്ല. വാങ്ങിക്കാൻ സാറ് സമ്മതിക്കാത്തോണ്ടോ? ഒരു ദിവസം മോഹനേഷ് സാറ് പ്രൊമോഷൻ കിട്ടി ഇവിടുന്ന് പോവുള്ളൂ. അത് കഴിഞ്ഞ് 6 മാസം കൊണ്ട് ഞാനും വാങ്ങും ഒരു പുതിയ കാറ്. നോക്കിക്കോ. പിന്നല്ലാതെ. ജോലി വില്ലേജ് ഓഫീസിലായിട്ടും ഒരു കാറ് വാങ്ങാൻ പറ്റുന്നില്ലേ എന്നാ നാട്ടുകാർ ചോദിക്കുന്നത്. നാണം കെടുന്നത് നമ്മളല്ലേ? കാഞ്ചനെ, വില്ലേജ് ഓഫീസിലുള്ളവരൊക്കെ കാറ് വാങ്ങണമെന്ന് കേരള സർവീസ് ചട്ടങ്ങളിൽ ഇല്ല. പിന്നെന്തിനാ നാണക്കേട്? അല്ല, ഇക്കാലത്ത് കാറെന്ന് പറഞ്ഞാൽ ഒരു ആവശ്യ വസ്തുവാണല്ലോ. വില്ലേജ് ഓഫീസറായി എനിക്കില്ലാത്ത എന്താവശ്യമാണ് നിങ്ങൾക്ക് കാറ് കൊണ്ട്? ജോലിയാ നോക്ക്. ശിശുപാല സാർ, ഞാൻ ഇത് ഭയങ്കര തിരക്കിലായിരിക്കും. കളക്ടർ പറഞ്ഞ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ട്. അതുകൊണ്ട് ആരും ഒന്നല്ല അകത്തേക്ക് വിടണ്ട. ഓ ശരി സാർ. അതുപോലെ ഓരോരോ നിസ്സാര കാര്യങ്ങൾക്കായി നിങ്ങളും അകത്തേക്കൊന്നും വരണ്ട. എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ശ്രദ്ധയോടെ ജോലി ചെയ്യണം. ശരി സാർ. പിന്നെ ഇവിടത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാനും ഇങ്ങോട്ടൊന്നും വരില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കും. ഓ ശരി സാർ. ഞാനിങ്ങോട്ട് ശ്രദ്ധിക്കാത്തോണ്ട് ഒരു കുറവ് വരുത്താൻ പാടില്ല. ഇല്ല സാർ. ശരി, ഞാൻ അവിടെ തന്നെ ഇരിക്കും, ഇങ്ങോട്ട് വരയില്ല. അപ്പൊ ഇന്നൊരു ദിവസം സ്വസ്ഥമായിട്ടിരുന്ന് വല്ലതൊക്കെ ചെയ്യാം. കാഞ്ചനെ, സ്വയംപ്രഭേ എന്ന് അലറിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരില്ല. ഭാഗ്യം. ഇങ്ങനെ സമാധാനത്തോടെ ഇരുന്നിട്ട് എത്ര ദിവസമായി. പ്രഭേ, സാർ ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുന്നേ. മറ്റന്നാൾ താലൂക്ക് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ട്, ഓർമ്മയുണ്ടല്ലോ? അതൊക്കെ ഓർമ്മയുണ്ട് എന്റെ കാഞ്ചന സാറേ. ഇനി ആകെ നോക്കാനുള്ളത് 3 ഫയലാ. അതിനി സമയമുണ്ടല്ലോ. തൽക്കാലം ഞാൻ ഇതൊന്ന് നോക്കട്ടെ. കാഞ്ചന സാറേ, സാറ് വരില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരട്ടെ. എന്നോട് ചോദിച്ചിട്ട് പോണ്ട, സ്വന്തം ഉത്തരവാദിത്തത്തിൽ പോണമെങ്കിൽ പൊക്കോളൂ. അങ്ങനെ പറഞ്ഞാൽ നമസ്കാരം. നമസ്കാരം. എന്റെ ലോനപ്പ, നീ ഇത് എവിടായിരുന്നു? നിനക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞത് കൊണ്ട് നിന്റെ സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പുവിട്ട് സീലും വെച്ചിരിക്കുക. ഒന്നും പറയേണ്ടത് ശിശുപാല സാറേ, ഇന്നലെ ഉച്ചയ്ക്ക് കെട്ടിയോളുടെ വീട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോ രാത്രിയായി. ഇതാ ലോനപ്പ ചേട്ടന്റെ സർട്ടിഫിക്കറ്റ്. സർട്ടിഫിക്കറ്റ് കൊടുത്തു. സത്യം പറയാനല്ലോ കാഞ്ചന സാറേ,
ഈ സർട്ടിഫിക്കറ്റ് ഇന്ന് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇത് ഇന്ന് തന്നെ തരാൻ നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി കാണുമല്ലേ? ബുദ്ധിമുട്ടിയോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടി. ഇന്നലെ ലോനപ്പൻ ചേട്ടന്റെ സ്ഥലം നോക്കാൻ വന്നത് ഞാനല്ലേ, അത് ഒരു ബുദ്ധിമുട്ട്. പിന്നെ തണ്ടപ്പേര് രജിസ്റ്റർ തപ്പി സർട്ടിഫിക്കറ്റ് എഴുതിയത് കാഞ്ഞന സാറ്, ഒപ്പിട്ടത് മോഹനേഷ് സാറ്, പിന്നെ സീല് വെച്ചത് ശിശുപാലൻ ചേട്ടൻ. ഒരു ഒപ്പിടുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല. ശരിക്കും എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് നിങ്ങളൊക്കെയാ. അതിന് പ്രത്യുപകാരമായി ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് പറ. അതിപ്പോ പണമായോ പാരിതോഷികമായോ ഒന്നും സ്വീകരിക്കാൻ പാടില്ല എന്നാണല്ലോ നിയമം. അതുകൊണ്ടേ ഞങ്ങളെ കൈക്കൂലി വാങ്ങില്ല. അത് നിങ്ങൾ മോഹനകൃഷ്ണ സാറിനെ പേടിച്ച് പറയുന്നതല്ലേ? സാർ അറിയണ്ട. അത് മോഹനകൃഷ്ണ സാർ അറിയാൻ നോക്കാനാണോ പാട്? അതിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ കാഞ്ചന സാർ എതിര് പറയരുത്. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണെന്ന് കൂട്ടിയാ മതി. ലോനപ്പൻ എന്താ ഉദ്ദേശിക്കുന്നത്? അതെ, ഈ വിജയന്റെ ഹോട്ടലിലെ ബീഫ് ഫ്രൈയുടെ രുചി നിങ്ങൾക്കറിയാം. നല്ല ബീഫാ. ഇന്നുച്ചയ്ക്ക് നിങ്ങൾക്ക് 3 പേർക്കും എന്റെ വക ഒരു ബീഫ് ഫ്രൈ. അത് പിന്നെ ഒന്നല്ല, 3 ബീഫ് ഫ്രൈ, ബീഫ് ഫ്രൈ. അല്ല, ഇവിടെ കൊണ്ടുവന്ന് തരാൻ ഞാൻ വിജയനോട് പറയാം. ഹോട്ടലിൽ നിന്ന് ബീഫ് കൊണ്ടുവന്ന് തരാൻ പറ്റില്ല എന്ന് മോഹനകൃഷ്ണ സാറിന് പറയാൻ പറ്റില്ലല്ലോ. ശരിയാ. അത് ശരിയാ. ലോനപ്പൻ ഇങ്ങനെ നിർബന്ധിക്കുമ്പോ എങ്ങനെ പ്രൊഫസറെ വേണ്ടെന്ന് പറയാ അല്ലേ? ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. അപ്പൊ എന്നാ ശരി, ഞാൻ വരട്ടെ. വിജയൻ ബീഫ് ഫ്രൈ ആയിട്ട് വരും. അതെ ലോനപ്പ 3. ഭഗവാനെ, എന്റെ 1000 രൂപ. എന്ത് നല്ല മനുഷ്യൻ. ഇത്രയും സ്നേഹമായിട്ട് നമ്മളോട് ഇതുവരെ ആരും പെരുമാറിയിട്ടില്ല അല്ലേ പ്രഭേ? കൈക്കൂലി കാശായിട്ട് കിട്ടിയില്ലെങ്കിലും ഇങ്ങനെയെങ്കിലും ആവട്ടെ. കാറ് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാലോ. സാറിന് എവിടെ പോണു? പറയാൻ സൗകര്യമില്ലല്ലോ. അല്ലെങ്കിൽ വേണ്ട, പറഞ്ഞിട്ട് തന്നെ പോവാം. എല്ലാരുടെ കളിച്ച് കളിച്ച് എന്റെ രൂപ 1000 കളയാനാണ് പരിപാടിയാക്കി. ഓരോണത്തിനെ പറഞ്ഞോടില്ല, ഓരോണത്തിനെ. സാർ 1000 രൂപയോ? ഏത് 1000 രൂപ? ജോലി ഭാരം കൂടിയേ തലയ്ക്ക് വെളിവില്ലാത്തായ ഒരു ഉദ്യോഗസ്ഥന്റെ കഥ ഇന്ന് പത്രത്തിലുണ്ടായിരുന്നു. ശിശുപാലൻ ചേട്ടാ, ഇനി അങ്ങനെ വല്ലതും ആണോ? ആണോ? എന്തുണ്ട് ലോനപ്പ വിശേഷങ്ങൾ? ഇതിപ്പോ എവിടെ പോയിട്ട് വരിക? വില്ലേജ് ഓഫീസ് വരെ പോയിട്ട് വരിക. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാനാ. എന്നിട്ട് കിട്ടിയോ? ഓ, കിട്ടി. 3-4 ദിവസം കയറി ഇറങ്ങേണ്ടി വന്നു മാത്രം. മോഹനേഷ് സാറാണല്ലോ വരുന്നത്. സാറെന്താ ഈ നേരത്ത്? അപ്പം ഞാൻ വരട്ടെ രാമൻകുട്ടി, നമുക്ക് കാണാം. എനിക്ക് സ്വപ്ന തിരക്കുണ്ട്. നിന്നെയാ വിളിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യം കാണും. ആളെ പറ്റിക്കുന്നോ? എന്താ സാർ? എന്താണെന്നോ? ആണുങ്ങളൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. എന്റെ പൈസ എടുക്ക്. പൈസയോ? ഏത് പൈസ? ഓ, ഇപ്പൊ അങ്ങനെയായോ? മര്യാദക്ക് എന്റെ പൈസ എടുക്കുന്നതാണ് ലോനപ്പന് നല്ലത്. ഏത് പൈസ സാറേ? അതെ, അത് രാമൻകുട്ടി അറിയണ്ട. ഞാനും ലോനപ്പനും തമ്മിലുള്ള ഇടപാടാ. പൈസ എടുക്ക്. എന്റെ 1000 രൂപ എടുക്ക. എന്റെ പൊന്ന് സാറേ, ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതിന് 1000 രൂപ കൈക്കൂലിയോ? പിന്നല്ലാതെ. രാമൻകുട്ടി, നീ ഇപ്പൊ കേട്ടതല്ലേ സാർ എന്നോട് കൈക്കൂലി ചോദിക്കുന്നത്? ഈ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇപ്പൊ വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടിയതാ. ഇത് തന്നതിനാ സാർ 1000 രൂപ കൈക്കൂലി ചോദിക്കുന്നത്. എന്റെ ഈശ്വരാ, മോഹനേഷ് സാറ് കൈക്കൂലി വാങ്ങിക്കോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനോ? പിന്നെ ആരാ? രാമൻകുട്ടി, നീ കേട്ടതല്ലേ സാർ എന്നോട് 1000 രൂപ കൈക്കൂലി ചോദിക്കുന്നത്? അതെ അതെ അതെ. അത് കൈക്കൂലി പിന്നെന്താ? പിന്നെന്താന്ന് വെച്ചാ
1000 രൂപ ഒരു കൈക്കൂലിയായിട്ട് വില്ലേജ് ഓഫീസ് കൊണ്ട് കൊടുക്കണമെന്നാണ് സാറ് പറഞ്ഞത്. ആ, പക്ഷേ 1000 രൂപ കൈക്കൂലി തന്ന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള കഴിവൊന്നും എനിക്കില്ല സാറേ. വലിയ കാശുകാരന്മാര് വില്ലേജ് ഓഫീസിൽ വരില്ലേ, അവരോട് ചോദിച്ചാൽ മതി, എന്തുവേണമെങ്കിലും വാങ്ങിച്ചോ. എന്നെ വിട്ടേക്ക് സാറേ. ലോനപ്പാ, നിക്കാം. ലോനപ്പാ, നിക്കുന്നത് നടക്കരുത്. സാറേ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൈക്കൂലി വാങ്ങുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ രഹസ്യമായിട്ടല്ലേ സാറേ? ഇതെങ്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം വെച്ച് കൈക്കൂലി വാങ്ങുന്നത് എന്തൊരു അന്യായമാണ് സാറേ. ആണോ? പിന്നല്ലാതെ. രാമൻകുട്ടി എന്തെങ്കിലും ആവശ്യത്തിന് വില്ലേജ് ഓഫീസിൽ വരുമല്ലോ, ഓ ഓ ഒന്നേ ശരിയാക്കി തരാം. സാറേ വലിയ കൈക്കൂലി എന്ന് ചോദിച്ചാൽ തരാൻ എന്റെ കയ്യിലില്ല. ഉപദ്രവിക്കരുത്. വെച്ചിട്ടുണ്ട് ഞാൻ, എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. 1000 രൂപ. ശോ. അപ്പൊ ചുരുക്കി പറഞ്ഞ കൈക്കൂലി പിടിക്കാൻ പോയി കയ്യിലിരുന്ന രൂപ 1000 കളഞ്ഞു. ഇതാണോ രാവിലെ എന്റെ മോഹനേട്ടൻ എന്നോട് പറഞ്ഞത്? മോഹനേട്ടന് ഭയങ്കര ബുദ്ധിയാണ്, മോഹനേട്ടൻ തോപ്പിക്കാൻ ആർക്കും പറ്റില്ലെന്ന്. കയ്യിലിരുന്ന 1000 ഇങ്ങനെ നിഷ്പ്രയാസം കളയണമെങ്കിലേ ഒരുപാട് ബുദ്ധി വേണം. ഇനിയിപ്പോ ആ ലോനപ്പനെ വഴി കണ്ടാൽ തിരിച്ചു വയ്ക്കാൻ പറ്റും മോനട്ടാ? ലോനപ്പ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരറിയും. നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം പ്രഭയും കാഞ്ചനയും സംഭവം അറിയും. അതോടെ മോഹനേട്ടന്റെ മാനം പോവും. എല്ലാത്തിനും കാര്യം ഉത്തമനാ. ഉത്തമ പറഞ്ഞാ ഞാൻ ആ പൈസ ലോനപ്പന് കൊടുത്തത്. ഓഹോ, അപ്പൊ ബുദ്ധി ഉത്തമന്റെ ആയിരുന്നു അല്ലേ? അല്ലേ? എന്റെ ബുദ്ധിയായിരുന്നു ഇങ്ങനെ വരില്ലായിരുന്നു. ബുദ്ധിയും അതിബുദ്ധിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വില്ലേജ് ഓഫീസർ ഇന്ന് കാണിച്ചു കൂട്ടിയത് എന്തായാലും സ്വാഭാവിക ബുദ്ധിയിൽ പെടുന്ന കാര്യമല്ല എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.